ഡോക്ടർ കെ ടി ജലീൽ കൂടിയുണ്ട് ഇപ്പോൾ ടെലിഫോണായി. ശ്രീ കെ ടി ജലീൽ, ഇത് CPM ചെയ്തതാണ് എന്നൊരു ആരോപണം ലീഗിനില്ല. അങ്ങനൊരു ആരോപണം ലീഗ് നേതാക്കൾ ആരും ഉന്നയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ അണ്ടത്താനി പറയുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ഇതുപോലുള്ള അശ്ലീലമായ പോസ്റ്റുകൾ ഇടുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. പോലീസ് അടിയന്തരമായി ഇത് കണ്ടെത്തേണ്ടത് വളരെ എളുപ്പമല്ലേ, ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് കണ്ടെത്തുക എന്നുള്ളത്? തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രത്യേകിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾക്കെതിരായിട്ട് ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കുബുദ്ധികളാണ് അത് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള മറ്റു മോട്ടീവുകൾ, ലക്ഷ്യങ്ങൾ അവർക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. തീർത്തും അപലപനീയമായിട്ടുള്ള കാര്യമാണിത്. ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഈ കാര്യം സംസാരിക്കും. കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ശക്തമായ രീതിയിൽ തന്നെ പോലീസിന്റെ ഇടപെടലിലൂടെ മുന്നോട്ട് പോകണം. ഇനി ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളെ രാഷ്ട്രീയമായിട്ട് എനിക്ക് ഞങ്ങൾ വിയോജിപ്പാണെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ അടുത്തറിയാം. എന്റെ 3 വർഷം സീനിയറായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരു ഹോസ്റ്റലിൽ താമസിച്ചതാണ്. അപ്പൊ അന്നൊക്കെ തന്നെ അദ്ദേഹവുമായി വളരെ അടുത്തിടപഴകാനുള്ള സാഹചര്യവും സന്ദർഭവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം, വളരെ ജെന്റിലായിട്ടുള്ള സമീപനം, അത് നമുക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ വേണ്ടി കഴിയില്ല. ആ കുടുംബം തന്നെ, സാദിഖ് അലി തങ്ങളുടെ ഭാര്യ എന്റെ ക്ലാസ്മേറ്റ് ആണ് PSMO കോളേജിൽ. ഞങ്ങൾ ഇംഗ്ലീഷിനും സെക്കൻഡ് ലാംഗ്വേജിനും ഒരുമിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പൊ അവരും വളരെ ജെന്റിലായിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, അവരുടെ കുടുംബത്തെ ഇകഴ്ത്താൻ വേണ്ടി, അവരെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി നടത്തുന്ന അധോലോക പ്രവർത്തനം എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയണം. അത് ശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ്. ഒരു കാരണവശാലും മുഖ്യമന്ത്രിയൊക്കെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് എല്ലാവരുടെ കാര്യത്തിലും പുലർത്തിയിട്ടുള്ള ആളാണ്. ഇക്കാര്യത്തിലും അതിൽ നിന്ന് ഭിന്നമാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാറ്റിനേക്കാളും വളരെ ശക്തമായിട്ട്, ആരെക്കാളും അധികം ശക്തമായിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. ശരി, നന്ദി ഡോക്ടർ കെ ടി ജലീൽ. ഈ വാർത്തയോട് പ്രതികരിച്ചതിന് മുഹമ്മദ് അസ്ലം വീണ്ടും ചേരുന്നു. അസ്ലം, ഇത് വളരെ എളുപ്പമല്ലേ, ആര് ഇത് ഉണ്ടാക്കി എവിടെ നിന്ന് ചെയ്തു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്? സൈബർ വിദഗ്ധർ ഇക്കാര്യത്തിൽ എളുപ്പം തന്നെയാണ്. പക്ഷേ പോലീസിന് സ്വാഭാവികമായിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ FIR ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ സൈബർ ടീം ഇക്കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ടുകൾ, കാരണം ഇതിൽ സ്വാഭാവികമായിട്ടും ആദ്യം മെറ്റയോട് വിശദീകരണം തേടേണ്ടി വരും. സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അക്കൗണ്ടിന്റെ വെരിഫൈഡ് അക്കൗണ്ടാണ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇമേജ് വെച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി സർട്ടിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നടപടികളിലേക്ക് പോലീസ് മുന്നോട്ട് പോകേണ്ടി വരും. സൈബർ വിദഗ്ധർ ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഇത് മോർഫ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ആണ്. AI ഇമേജ് ആണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടോ? അത്തരം തെളിഞ്ഞു എന്ന് ചോദിച്ചാൽ ചില വെബ്സൈറ്റ് വഴി പരിശോധിച്ച ആൾക്കാർക്ക് അതിൽ AI ഇമേജ് ആണെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ അതൊരു സ്ഥിരീകരിക്കണമെങ്കിൽ സൈബർ പോലീസ് ഇക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം നൽകണം. പോലീസ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട്. ആ രീതികൾ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം മാത്രമേ കൃത്യമായ വിവരം നൽകാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അതിലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രാഥമികമായി തന്നെ ഇതിനു വേണ്ടി മാത്രം, ഈ പോസ്റ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സിംഗിൾ പോസ്റ്റ് അക്കൗണ്ടാണ്. മാത്രമല്ല VPN ഉപയോഗിച്ചാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു ഫോൺ, ഒരു വേറെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫോൺ ഉപയോഗിച്ചാണ് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയ കുറച്ച് പ്രാഥമിക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വ്യാജമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ രേഖാമൂലമുള്ള കാര്യങ്ങളും സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും ലഭിക്കുന്നവർക്കായിരിക്കും പോലീസ് അതൊരു സ്ഥിരീകരണം നൽകുക. എന്തായാലും ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈബർ ഇടത്തിൽ ഇതിന് വലിയൊരു പോരായ്മ വികസിക്കുകയും ചെയ്തിട്ടുണ്ട്.